ആത്മഹത്യ ചെയ്ത അട്ടപ്പാടി കാവുണ്ടിക്കൽ ഇരട്ടക്കുളത്തെ കർഷകനായ കൃഷ്ണസ്വാമിയുടെ ഭൂമി തട്ടിയെടുത്തത് വ്യാജരേഖ ഉപയോഗിച്ചാണ് എന്ന റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ആധാരമെഴുത്തുകാരനും അഗളി മുൻ വില്ലേജ് ഓഫീസറും അട്ടപ്പാടി തഹസിൽദാരും ഉൾപ്പെട്ട കൂട്ടുകെട്ടിന്റെ താൽപര്യങ്ങളുടെ ഇരയായിരുന്നു കൃഷ്ണസ്വാമി. ഭൂമാഫിയയും ഈ ഉദ്യോഗസ്ഥരും ചേർന്നുള്ള സംഘമാണ് തട്ടിപ്പ് നടത്തിയത് എന്നാണ് റവന്യൂ അധികൃതരുടെ കണ്ടെത്തൽ. അട്ടപ്പാടി താലൂക്കിന് പുറത്തുള്ള തേങ്കര വില്ലേജിലെ ഭൂമിയുടെ പ്രമാണമാണ് വ്യാജരേഖ നിർമ്മിക്കുന്നതിനായി ഉപയോഗിച്ചതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഭൂമി നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടില്ല എന്ന വിശ്വാസത്തിലാണ് കൃഷ്ണസ്വാമി ജീവൻ ഒടുക്കിയത്. ഇപ്പോൾ അട്ടപ്പാടി ആദിവാസി ഭൂമി കയ്യേറ്റത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. അട്ടപ്പാടിയുടെ കർഷകർ കാത്തുവെച്ച ഭൂമി കവർന്നെടുക്കുന്ന ഭൂമാഫിയ തട്ടിപ്പിനെ കുറിച്ചാണ് സത്യം പറയട്ടെ അന്വേഷിക്കുന്നത്. അട്ടപ്പാടിയുടെ കരൾ പിളർന്ന് ഭൂമാഫിയ. അന്യാധീനപ്പെട്ടു പോകുന്ന കൃഷിഭൂമിയിൽ ആശയേറ്റ് ജീവനൊടുക്കുന്ന കർഷകരുടെ ദുരന്ത ഭൂമിയാണ് ഇന്ന് അട്ടപ്പാടി. തന്റെ അമ്മയുടെ 2 ഏക്കർ ഭൂമിക്ക് മറ്റൊരാളുടെ നികുതി അടച്ചു നൽകി എന്നറിഞ്ഞതോടെയാണ് കൃഷ്ണസ്വാമി ആത്മഹത്യ ചെയ്തത്. തഹസിൽദാരും ഡെപ്യൂട്ടി കളക്ടറും അന്വേഷണം നടത്തി നൽകിയ ആദ്യ റിപ്പോർട്ടുകളിൽ കർഷകൻ ഭൂമി വിറ്റു എന്നാണ് കണ്ടെത്തിയത്. എന്നാൽ റവന്യൂ സെക്രട്ടറി MG രാജമാണിക്യം കർഷകന്റെ ആത്മഹത്യ അന്വേഷിക്കുന്നതിന് ഡെപ്യൂട്ടി സെക്രട്ടറി അനു എസ് നായരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് ഒക്ടോബർ 23-ന് ഉത്തരവിട്ടു. അവർ 2025 ഒക്ടോബർ 27-ന് അട്ടപ്പാടിയിലെത്തി 2 ദിവസം അന്വേഷണം നടത്തി. അതോടെ വ്യാജരേഖ ഉണ്ടാക്കി ഭൂമി തട്ടിയെടുത്തതാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. കൃഷ്ണസ്വാമി തന്റെ അമ്മ വേലാത്താളിന്റെ പേരിലുള്ള ഭൂമിക്ക് തണ്ടപ്പേർ നമ്പർ ലഭിക്കുന്നതിന് 2025 ഒക്ടോബർ 15-ന് അഗളി വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകി. അന്ന് വില്ലേജ് ഓഫീസർ ആയിരുന്നില്ല, വില്ലേജ് അസിസ്റ്റന്റ് അപേക്ഷ കൈപ്പറ്റി. തുടർന്ന് റവന്യൂ വകുപ്പിന്റെ എന്റെ കേരളം പോർട്ടലിൽ വിവരങ്ങൾ പരിശോധിച്ചു. അഗളി സബ് രജിസ്ട്രാർ ഓഫീസിലെ 2018-ലെ ആധാരപ്രകാരം മുഹമ്മദ് മാഹിൻ അലി എന്ന ആളുടെ പേരിലാണ് ഭൂമി എന്ന് കണ്ടെത്തി. മുൻ വില്ലേജ് ഓഫീസർ താലൂക്ക് ഓഫീസിൽ തണ്ടപ്പേർ അംഗീകാരത്തിനായി അപേക്ഷ നൽകിയത് പെൻഡിങ്ങിലാണ്. അതിനാൽ കൃഷ്ണസ്വാമിയുടെ മാതാവ് വേലത്താളുടെ പേരിൽ ഭൂമിയില്ല എന്ന് രേഖപ്പെടുത്തി. അടുത്ത ദിവസം 16-ന് കൃഷ്ണസ്വാമി വീണ്ടും എത്തി. അന്ന് വില്ലേജ് ഓഫീസർ വകുപ്പ് തല മീറ്റിംഗിലായിരുന്നു. 20-ന് കൃഷ്ണസ്വാമി ആത്മഹത്യ ചെയ്തു. പട്ടയ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പേരിനെയാണ് തണ്ടപ്പേര് എന്ന് വിളിക്കുന്നത്. വില്ലേജ് ഓഫീസുകളിൽ കരം പിരിക്കുന്നതിനായി തണ്ടപ്പേര് രേഖപ്പെടുത്തിയിരിക്കുന്ന രജിസ്റ്ററിനെ തണ്ടപ്പേർ രജിസ്റ്റർ എന്ന് വിളിക്കാറുണ്ട്. ഒരു വസ്തു കൈമാറ്റം ചെയ്തു കഴിഞ്ഞ് വസ്തു വാങ്ങിച്ച ആൾ വില്ലേജ് ഓഫീസിൽ ചെന്ന് പോക്കുവരവ് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. വസ്തു കരം സ്വീകരിക്കുന്നതോടുകൂടി വാങ്ങിച്ച വസ്തുവിന്റെ പൂർണ്ണ അവകാശം വാങ്ങിച്ച ആൾക്ക് ലഭിക്കുന്നു. അട്ടപ്പാടിയിൽ 5 വില്ലേജുകളിലായി തീർപ്പാക്കാതെ 1000-ഓളം തണ്ടപ്പേർ അപേക്ഷകൾ ഇന്നും ബാക്കിയാണ്. അട്ടപ്പാടിയിൽ 1960 മുതൽ സ്വന്തം ഭൂമിയിൽ കൃഷി ചെയ്തിരുന്ന കർഷകൻ തണ്ടപ്പേരിനായി അപേക്ഷ നൽകി വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നു. കാത്തിരിപ്പിനൊടുവിൽ വില്ലേജ് ഓഫീസ് അപേക്ഷ പരിഗണിക്കുമ്പോഴാണ് കർഷകർ അറിയുന്നത് സ്വന്തം ഭൂമിയുടെ സർവേ നമ്പറിൽ മറ്റൊരാൾക്ക് തണ്ടപ്പേർ നൽകിയെന്ന്. വില്ലേജ് ഓഫീസ് കയറി ഇറങ്ങുമ്പോൾ ഭൂമിക്ക് തണ്ടപ്പേർ കണ്ടുപിടിക്കാൻ കഴിയുകയില്ല എന്ന ഉദ്യോഗസ്ഥരുടെ മറുപടിയല്ലാതെ മറ്റൊന്നും ലഭിക്കാത്ത അവസ്ഥ. കുനിഞ്ഞ ശിരസോടെ ഇതേ കാരണത്താൽ വില്ലേജ് ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്ന കൃഷ്ണസ്വാമിയാണ് പിറ്റേന്ന് ജീവൻ ഒടുക്കിയത്. വനാവകാശ നിയമം അനുസരിച്ച് അട്ടപ്പാടിയിൽ ആദിവാസികൾക്ക് പതിച്ചു കൊടുത്ത 982.43 ഏക്കർ വനഭൂമിയിൽ കയ്യേറ്റക്കാർക്ക് തണ്ടപ്പേര് നൽകി നികുതി സ്വീകരിച്ചു വരുന്നുണ്ടെന്ന് റവന്യൂ സെക്രട്ടറി MG രാജമാണിക്യം സർക്കാരിന് മുമ്പിൽ 1.5 വർഷം മുൻപ് സമർപ്പിച്ച റിപ്പോർട്ട് സാക്ഷ്യപ്പെടുത്തുന്നു. ആദിവാസി ഭൂമി തട്ടിയെടുക്കുന്നുവെന്ന പരാതികളിൽ നേരിട്ട് അന്വേഷണം നടത്തിയായിരുന്നു റവന്യൂ സെക്രട്ടറി MG രാജമാണിക്യം റിപ്പോർട്ട് സമർപ്പിച്ചത്. വനാവകാശ നിയമത്തിൽ ആദിവാസികൾക്ക് കൈവശാവകാശ രേഖ മാത്രമാണ് നൽകുക. ആ ഭൂമി വ്യാജ പട്ടയവും രസീതും ഉണ്ടാക്കി വൻതോതിൽ തട്ടിയെടുക്കുന്നെന്ന് വ്യാപക പരാതി ഉയർന്നിരുന്നു. പട്ടികവർഗക്കാരല്ലാത്തവർക്ക് റവന്യൂ ഉദ്യോഗസ്ഥർ തണ്ടപ്പേര് അനുവദിച്ച് കരം സ്വീകരിക്കുന്നത് റവന്യൂ വിജിലൻസ് അന്വേഷിക്കാൻ റിപ്പോർട്ടിൽ രാജമാണിക്യം നിർദ്ദേശിച്ചിട്ടുണ്ട്. സർക്കാർ ഉടമസ്ഥതയിലുള്ള സർവേ ചെയ്യാത്ത ഭൂമിയും വ്യാജരേഖയുണ്ടാക്കി മറ്റുള്ളവർ തട്ടിയെടുക്കുന്നതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പരമ്പരാഗതമായി താമസിക്കുന്ന ആദിവാസികൾക്ക് ഭൂമി അളന്നു തിരിച്ചു നൽകണം. പരമ്പരാഗതമായി ആദിവാസികൾ ആടുകളെ മേച്ചിരുന്ന ഭൂമിയും കയ്യേറിയിരിക്കുകയാണ്. സർവേ വകുപ്പ് ആദിവാസികൾക്കെതിരെ റിപ്പോർട്ട് നൽകുന്ന സാഹചര്യവുമുണ്ട്. ആദിവാസി ഭൂമി നിയമത്തിൽ ഉൾപ്പെട്ട ഭൂമിയിൽ നിന്ന് ആദിവാസികൾ കുടിയിറക്കപ്പെടുന്ന വിധത്തിലാണ് പലപ്പോഴും നടപടി സ്വീകരിക്കുന്നത്. ആധികാരികമായ റവന്യൂ രേഖയുടെ കുറവ്
ഭൂമി പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്താൻ വലിയ തടസ്സമാണ്. ഇപ്പോഴും ആധികാരികയില്ലാത്ത സർവേ രേഖകളാണ് ഉദ്യോഗസ്ഥരും ഉപയോഗിക്കുന്നതെന്നും റിപ്പോർട്ട് പറയുന്നു. പുലിയറ സ്വദേശി വണ്ടർകുന്നേൽ ഗോപാലകൃഷ്ണൻ തണ്ടപ്പേര് കുരുക്കിൽപ്പെട്ട് ജീവൻ അവസാനിപ്പിച്ചത് കഴിഞ്ഞ ജനുവരിയിലാണ്. 9 ഏക്കറിനാണ് ഗോപാലകൃഷ്ണനും സഹോദരൻ പ്രഭാകരനും തണ്ടപ്പേരിനായി അപേക്ഷ സമർപ്പിച്ചിരുന്നത്. ഈ ഭൂമിക്ക് 1974 പട്ടയം കിട്ടിയിരുന്നു. രോഗബാധിതനായതോടെ മറ്റു വഴികളില്ലാതെ ഭൂമി വിൽക്കാൻ തീരുമാനിച്ചാണ് ഗോപാലകൃഷ്ണൻ തണ്ടപ്പേരിന് വില്ലേജ് ഓഫീസിൽ അപേക്ഷിച്ചത്. എന്നാൽ തണ്ടപ്പേർ മറ്റൊരു വ്യക്തിയുടെ പേരിലായിരുന്നു. ഭൂമി പരിശോധിച്ച് അളന്ന് തിട്ടപ്പെടുത്തിയാലേ പുതിയ തണ്ടപ്പേർ കിട്ടുകയുള്ളൂവെന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് അറിയിച്ചു. തീരുമാനം വൈകിയതോടെ കളക്ടർക്ക് അപേക്ഷ നൽകി കാത്തിരുന്നു. പ്രതീക്ഷ പറ്റിയപ്പോൾ ഗോപാലകൃഷ്ണൻ ജീവനൊടുക്കി. കർഷകന്റെ ആത്മഹത്യ സംബന്ധിച്ച റവന്യൂ ഡെപ്യൂട്ടി സെക്രട്ടറി അനു എസ് നായർ സമർപ്പിച്ച റിപ്പോർട്ട് അട്ടപ്പാടിയിൽ അരങ്ങേറുന്ന ഭൂമി കയ്യേറ്റത്തിന്റെ വസ്തുതകളിലേക്കാണ് വെളിച്ചം വീശുന്നത്. ആദ്യം ആത്മഹത്യയെക്കുറിച്ച് അന്വേഷിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ കൃഷ്ണസ്വാമി ഭൂമി വിൽപ്പന നടത്തി എന്ന നിഗമനത്തിലാണ് എത്തിച്ചേർന്നത്. വിറ്റ ഭൂമിക്ക് കർഷകനായ കൃഷ്ണസ്വാമി നികുതി അടയ്ക്കാൻ വില്ലേജിലെത്തിയപ്പോൾ അടയ്ക്കാൻ കഴിയില്ല എന്ന് വില്ലേജ് ജീവനക്കാർ വ്യക്തമാക്കിയതോടെ മനം നൊന്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു വ്യാഖ്യാനം. അനു എസ് നായരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അട്ടപ്പാടി താലൂക്ക് ഓഫീസ്, അഗളി വില്ലേജ് ഓഫീസ്, അഗളി രജിസ്റ്റർ ഓഫീസ് എന്നിവിടങ്ങളിലെ രേഖകൾ പരിശോധിച്ചു. അതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. സത്യം വെളിച്ചത്തു വന്നു. അട്ടപ്പാടിയിലെ ആദിവാസി ഭൂമി പ്രശ്നം പരിഹരിക്കുന്നതിന് എത്രയും വേഗം ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കണമെന്ന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി MG രാജമാണിക്യം നിർദ്ദേശിച്ചിരുന്നെങ്കിലും വിഷയത്തിൽ ആശങ്കകൾ ഉയരുകയാണ്. ഇപ്പോഴത്തെ ഡിജിറ്റൽ സർവേ പൂർത്തിയാകുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുമെന്നാണ് ആദിവാസി മനുഷ്യാവകാശ സംഘടനകളുടെ ആശങ്ക. കാരണം വില്ലേജിലെ നികുതി രസീതിന്റെയും വ്യാജ ആധാരത്തിന്റെയും പിൻബലത്തിലാണ് ഡിജിറ്റൽ സർവേ നടത്തുന്നത്. സെറ്റിൽമെന്റ് രജിസ്റ്റർ പരിശോധിക്കുന്നില്ല. 1962 മുതൽ 64 വരെയുള്ള കാലത്തെ സെറ്റിൽമെന്റ് രജിസ്റ്റർ അട്ടപ്പാടിയുടെ അടിസ്ഥാന രേഖയാണ്. സിസ്റ്റത്തിന്റെ കിടപ്പ് അങ്ങനെയാണെങ്കിലും കർഷകരുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് വ്യാജരേഖ നിർമ്മിച്ച ഭൂമി മാഫിയ സംഘമാണെന്നതിൽ സംശയമില്ല. അതിന് കൂട്ടുനിന്നവർ ചില റവന്യൂ ഉദ്യോഗസ്ഥരാണ്. ഭൂമാഫിയയിൽ നിന്നും ഒരു വിഭാഗം റവന്യൂ ഉദ്യോഗസ്ഥരുടെ ബന്ധം പറിച്ചെറിയുകയാണ് വേണ്ടത്. അതിന് വേണ്ടത് സർക്കാർ തലത്തിലെ കർശന നടപടികളും. ഇതോടെ സത്യം പറയട്ടെ അവസാനിക്കുന്നു. നമസ്കാരം.